ചങ്ങായിമാർ ഇന്നലെ തൊട്ട് സോഷ്യൽ മീഡിയയിൽ മെയിനായിട്ട് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും നമ്മളെ നാളെ ചാണകസംഖ്യയിലുണ്ടല്ല ഒരു പുതിയ പച്ചക്കള്ള അടിച്ചിറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ പച്ചക്കള്ള മെയിനായിട്ട് അടിച്ചിറക്കിയത് ഞാൻ ഭാരതി എന്ന പേരുള്ള ആ ചാണകസംഖ്യ ഉണ്ടല്ല, ആ ചാണകസംഖ്യയാണ് ആ പച്ചക്കള്ള അടിച്ചിറക്കിയത്. അതായത് കണ്ണൂർ ജില്ലയിലെ ഒരു സർക്കാർ സ്കൂളിലെ കുട്ടികൾക്കുണ്ടല്ല, ഹിന്ദു കുട്ടികൾക്കും ക്രിസ്ത്യൻ കുട്ടികൾക്കും ടീച്ചർ ഉണ്ടല്ല ഖുർആൻ പാരായണം പഠിപ്പിക്കുന്നു എന്നുള്ള ഒരു പച്ചക്കള്ളം. അതും ആ ഖുർആൻ പാരായണം പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒരു ഹിന്ദു ടീച്ചറാണ്. ആ ഹിന്ദു ടീച്ചർ ഉണ്ടല്ല കുറെ ആൾക്കാർ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ആ ടീച്ചർ ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നതെന്ന് ഭാരതീയം പറയുന്നത്. ആ ഹിന്ദു ടീച്ചറെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുമ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് എന്താ മനസ്സിലായില്ല. അതിന്റെ പിന്നിൽ മുസ്ലിങ്ങൾ ഉണ്ട് എന്നാണ് ഈ ചാണക സംഖ്യകൾ ഉദ്ദേശിക്കുന്നത്. ഈ സംഭവം ഉണ്ടല്ല കേരളത്തിൽ മാത്രമല്ല ഉത്തരേന്ത്യയിൽ വരെയുള്ള ഈ ചാണക സംഖ്യകൾ എത്തിച്ച് ഉത്തരേന്ത്യയിൽ എന്താ ഈ വാർത്ത എന്നറിയാം, കേരളം മിനി പാകിസ്ഥാൻ ഒന്നും പറ്റാന്ന് ഈ വാർത്ത വന്നിട്ടുള്ളത്. പക്ഷെ ഈ ചാണക സംഖ്യ ഉണ്ടല്ലോ അതൊരു ഇസ്ലാമിക് പ്രീ സ്കൂളാന്നുള്ള കാര്യം ഉണ്ടല്ലോ, ആ കാര്യം അറിയില്ലായിരുന്നു. ആ സത്യമൊന്നും അറിയാതെ നീ ചാണക സംഖ്യ ഉണ്ടല്ലോ ഇജാതി പച്ചക്കളുണ്ടല്ലോ അടിച്ചിറക്കിയത്. എന്തായാലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അൻസാരി ഉസ്താദ് ഞാൻ ഭാരതി എന്ന ചാണക സംഖ്യക്കും എല്ലാ സംഖ്യക്കും ഇതുമായി ബന്ധപ്പെട്ട് പച്ചക്കളം പറഞ്ഞ എല്ലാ സംഖ്യക്കും ഉണ്ടല്ലോ വയറ് നിറയെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അൻസാരി ഉസ്താദിന്റെ ആ മനോഹരമായ മറുപടി വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ. നല്ലൊരു ദിവസമായിട്ട് രാവിലെ തന്നെ കുത്തിത്തിരിപ്പോട്ട് ഞാൻ ബാണതി ഇറങ്ങിയിട്ടുണ്ട്. ആ പറ എല്ലാരും ഫുഡ് കഴിക്കുമ്പോൾ പ്രാർത്ഥന ചൊല്ലിയാ പ്രിയപ്പെട്ടവരെ, ഒരു മതത്തിനെയും അവഹേളിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇവിടുത്തെ രണ്ട് തരത്തിലുള്ള ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കുട്ടികൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ടീച്ചർ അവരോട് മുസ്ലിം ആരാധന പ്രകാരമുള്ള ഖുർആൻ വാക്കുകൾ ഉദ്ധരിക്കാൻ പറയുന്നു. കുട്ടികൾ അത് ഏറ്റുപായുന്നു. നല്ലത്, നന്നായി വരട്ടെ. ഇത് കേരളത്തിന്റെ മതേതര പ്രവർത്തനങ്ങളുടെ ചിന്താഗതിയാണെങ്കിൽ നാളെ ആ കുട്ടികളെ കൊണ്ട് ഹിന്ദു ആരാധന പ്രകാരമുള്ള ഒരു ഭോജന മന്ത്രം ചൊല്ലിച്ചാൽ ഈ നാട്ടിൽ എന്തൊക്കെ വിപ്ലവമായിരിക്കും നടക്കാൻ പോകുന്നത്. ചൊല്ലിച്ച ടീച്ചറിന്റെ പണി പോകും. നിങ്ങൾക്കൊരു ഹിംസ്ര ജീവിയെ കൊണ്ട് ഒരു കവിതാശകലം എഴുതാൻ സാധിച്ചാലും ശരി, ഞാൻ ഭാരതീയനടക്കമുള്ള സംഘപരിവാറുകാരെ കൊണ്ട് അവരെ സത്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഈ ലോകത്ത് അതിനേക്കാൾ ശ്രമകരമായ ഒരു പണി വേറെയില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനി ഇതിന്റെ യാഥാർത്ഥ്യം ആ ടീച്ചർ തന്നെ പറയട്ടെ. എല്ലാരും ഫുഡ് കഴിക്കുമ്പോൾ പ്രാർത്ഥന ചൊല്ലിയാ ഞാൻ കഴിഞ്ഞ ദിവസം സ്കൂളിലെ മക്കൾ ഭക്ഷണം കഴിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പൊ അത് ഇങ്ങനെ എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിൽ ഇതിങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കലാണ്. അപ്പൊ എനിക്ക് അതിനൊരു മറുപടി പറയണം തോന്നിയിട്ട് ഞാൻ വന്നതാണ് കേട്ടാ. എല്ലാവർക്കും കുറേ സംശയങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ പോയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്, ഹിന്ദു കുട്ടികൾക്കും ക്രിസ്ത്യാനികൾക്കുമാണ് ഇങ്ങനെ മുസ്ലിം മതം പഠിപ്പിക്കുന്നത്, പ്രാർത്ഥന പഠിപ്പിക്കുന്നത് എന്നൊക്കെ വന്നിട്ടുണ്ട്. ഞാനുണ്ടല്ലോ പിന്നെ ഇസ്ലാമിക് പ്രീ സ്കൂളിലാണ് വർക്ക് ചെയ്തത്. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു ഇസ്ലാമിക് പ്രീ സ്കൂളിൽ അവിടെ പഠിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥികൾക്ക് ഇസ്ലാമിൻ്റെ കൾച്ചർ, ഭക്ഷണം കഴിക്കുമ്പോൾ ദൈവനാമത്തിൽ ബിസ്മി ചൊല്ലി കഴിക്കുക, ഭക്ഷണാനന്തരം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലുക എന്ന് നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു അധ്യാപിക പഠിപ്പിക്കുകയാണ്. ഇസ്ലാമിക് പ്രീ സ്കൂളിലാണ്. ഒരു ടീച്ചർ നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ടതാണ്. അവർക്കൊരു ഭാഷയോടുള്ള താല്പര്യവും ജോലി സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ഭാഷ സ്വായത്തമാക്കുന്നു. അവരാഗ്രഹിച്ചതുപോലെ തന്നെ അത്തരമൊരു കലാലയത്തിൽ ജോലി കിട്ടുന്നു. ആ കലാലയത്തിലെ സിലബസ് അനുസരിച്ച് തൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികൾക്ക് ഇസ്ലാമിക് കൾച്ചർ പഠിപ്പിക്കുന്നു. ഇത് ഈ ഭാഗം മാത്രം ഷാഗ വാട്സപ്പ് യൂണിവേഴ്സിറ്റി വരുന്നപ്പം ഇവന്മാർ വിചാരിച്ച് ഇത് പൊതുവിദ്യാലയത്തിൽ മുസ്ലിം കുട്ടികളല്ലാത്തവർക്കും എല്ലാവർക്കും മിക്സ്ഡ് ആയിട്ടുള്ള സ്ഥലത്ത് മറ്റു കുട്ടികൾക്ക് കൂടി ഇത് അറബി ഭാഷ പഠിപ്പിക്കുന്നു, ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പോകുന്നു, അവരൊക്കെ ഇസ്ലാമാക്കാൻ പോകുന്നു. ഉറഞ്ഞു തുള്ളലോട് തുള്ളൽ. ഈ ഷാഗ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയുടെ അവസ്ഥ എങ്ങനെയാണ്? അതിനകത്ത് സത്യവും ധർമ്മവും അങ്ങനൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ പറയാം 90 ഡിഗ്രി. ഇപ്പം ഇതിനകത്ത് സംസാരിച്ചാൽ ഞാൻ ബാണതീയനെ തന്നെ നോക്കിയാൽ മതി. എപ്പോഴും 90 ഡിഗ്രി. ഞാൻ ഇവൻ്റെയൊക്കെ അവസ്ഥയിലേക്കാണ്. എന്തെങ്കിലും ഒരു ദിവസം ഇവനൊക്കെ മനസമാധാനത്തോടെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കണ്ടിട്ട് നമുക്കത് മരിച്ചാൽ മതിയായിരുന്നു. വലിയ ആഗ്രഹമാണ്. ഒരു ഭിത്തിയിലോട്ട് ചേർന്ന് 90 ഡിഗ്രി ചരിഞ്ഞ് നിന്നിട്ട് ഈ നാട്ടിലുള്ള ഇവന്മാരല്ലാത്ത മുഴുവൻ മനുഷ്യന്മാരെ പാകിസ്ഥാനിലേക്ക് കയറ്റിയാക്കല മര പരിപാടി. രാവിലെ ഇറങ്ങും ടോക്സിക്കോട്ടെ, അതെന്തോ ആയിക്കോട്ടെ. പക്ഷെ ഇതിനകത്ത് രസം എന്ന് പറഞ്ഞാലേ ഇവൻ പറഞ്ഞൊരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. വരട്ടെ. നാളെ ആ കുട്ടികളെ കൊണ്ട് ഹിന്ദു ആരാധന പ്രകാരമുള്ള ഒരു ഭോജന മന്ത്രം ചൊല്ലിച്ചാൽ ഈ നാട്ടിൽ എന്തൊക്കെ വിപ്ലവമായിരിക്കും നടക്കാൻ പോകുന്നത്. ചൊല്ലിച്ച ടീച്ചറിന്റെ പണി പോകും. ഒരു ഭോജന മന്ത്രം പഠിപ്പിച്ചു കൊടുത്താൽ ഇവിടെ നാടാകെ കത്തും, മൊത്തം പ്രശ്നമാവും, രാജ്യത്തിന് ഇത് പിടിക്കും, സംസ്ഥാനമാകെ അട്ടിമറിയും. അല്ലേ? എൻ്റെ പൊന്നു ഭാരതി, നീ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം നീ മനസ്സിലാക്കേണ്ടത് ലോകത്ത് ഒരേ ഒരു വേദഗ്രന്ഥത്തിന്റെ പ്രാരംഭം ഇഖ്റാ നീ വായിക്കുക എന്ന്. ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഷ പഠിക്കുക എന്നുള്ളത്, ഒരു മന്ത്രം അല്ലെങ്കിൽ ഒരു ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞത് അതിന് ആ റേഞ്ചിൽ തന്നെ കാണുള്ളൂ. നീ നോക്കൂ, രാമായണത്തിന്റെ പ്രശ്നോത്തരിയിൽ 1ാം സമ്മാനം കിട്ടിയ ആർക്കാ? നീ വാർത്ത കാണടാ മോനെ. രാമായണ പ്രശ്നോത്തരി മത്സരത്തിൽ ആദ്യ 5 സ്ഥാനക്കാരിൽ ഇസ്ലാം മതപഠന വിദ്യാർത്ഥികളും അവസാന വർഷ വാഫി ബിരുദ വിദ്യാർത്ഥികളായ മുഹമ്മദ് ജാബിറും മുഹമ്മദ് ബാസിത്തും DC ബുക്ക് സംഘടിപ്പിച്ച രാമായണ പ്രശ്നോത്തരി മത്സരത്തിലാണ് വിജയികളായത്. ആയുസ് പോകുന്നത് ഏതുമാരിയിലെ മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. വാർത്ത കണ്ട? ഇസ്ലാമിക മതപഠന വിദ്യാർത്ഥികൾ രാമായണത്തിൽ പ്രശ്നോത്തരിയിൽ 1ാം സമ്മാനം വാങ്ങുകയാണ്.
ഞങ്ങൾക്കിതൊരു ഭാഷയാടാ മോനെ, ഇതൊരു ഭാഷയാണ്. ഇത് പഠിച്ചാൽ ജോലി കിട്ടും ഇന്ത്യ മഹാരാജ്യത്ത്, അല്ലാതെ മറ്റൊന്നും പുഴുകി തിന്നാനൊന്നുമില്ല. പിന്നെ ഇനി രണ്ടാമത്തത്, മറ്റൊരു ഇസ്ലാമിക കലാലയത്തിൽ സംസ്കൃത അധ്യാപകനെ വെച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നത് ശ്രദ്ധിച്ചു. ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്വൈ ശ്രീ ഗുരവേ നമഃ. नमस्ते वयम् आरम्भं कुर्मः. प्रथमम् एकं सुभाषितं पठामः. भवान् एकं श्लोकं पठति वा? पठति. उद्यमेनैव सिद्ध्यन्ति कार्याणि न मनोरथैः न हि सुप्तस्य सिंहस्य. നീ കണ്ട, നീ കേട്ടാ, ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞൊരു പുതിയ അറിവാണ്. അറിവിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. ഞങ്ങൾക്കൊരു സംസ്കൃതം പഠിക്കുക. എടാ 22 ഈ അറബി ഭാഷ എന്തുകൊണ്ടാണ് വർത്തമാന കാലഘട്ടത്തിൽ ഈ നാട്ടിലെ മറ്റ് സമൂഹങ്ങളോട് പഠിക്കുന്നത്? എടാ ലോകത്തിലെ 22 രാജ്യങ്ങളിലെ ഔദ്യോഗിക ഭാഷ അറബി. നമ്മുടെ ഈ സംസ്കൃതം എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് പോലും ഔദ്യോഗിക ഭാഷയല്ല. ഇത് സംസാരിക്കുന്നവർ പോലും വളരെ തുലം കുറവാണ്. പിന്നെ നമ്മുടെ രാജ്യത്ത് അത്തരം ഒരു ജോലി സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് സംസ്കൃതം, എത്രയോ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ മക്കൾ പോലും അവർ എടുത്തിരിക്കുന്നത് സംസ്കൃതമാണ് ആ ഒരു സബ്ജക്റ്റ്. ഇതൊക്കെ ഒരു ഭാഷ പഠിക്കലില്ല. ഇതിനപ്പുറത്തേക്ക് എന്താണ്? നീ ഒരു ഭോജന മന്ത്രം അങ്ങോട്ട് ചൊല്ലിക്കൊടുത്താൽ ഇവിടെ ഇപ്പൊ എന്ത് സംഭവിക്കാൻ പോകുന്നു? വെറുതെ നാട് നാശമാക്കാൻ വേണ്ടി വൃത്തികേട് പറയുന്നത്. അയ്യേ, നിനക്ക് ചെറുപ്പക്കാരനല്ലേ? നീ ഒരു ചെറുപ്പക്കാരനല്ലേ? നിനക്ക് നാണം തോന്നില്ല? എല്ലാ സമൂഹം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കല്ലേ? ഭോജന മന്ത്രം ചൊല്ലിക്കൊടുത്താൽ എടാ ഇതൊക്കെ നന്മയാടാ, ഇതൊക്കെ നല്ലത് പിന്നെ നിന്റെ ടെൻഷൻ എനിക്കറിയാം, അത് മനസ്സിലായി. ഈ അറബി പഠിക്കുക, അതുവഴി ഖുർആൻ പഠിക്കുക, അങ്ങനെ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് അവർ കൂടുതൽ ആഴത്തിൽ അങ്ങനെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒന്നുണ്ടെന്നുള്ളതാണ്. എടാ നീയൊക്കെ കൊണ്ട് നടക്കുന്നു, നീയൊക്കെ പറയുന്ന ലോകത്ത് മനുഷ്യരെ സ്വാധീനിക്കാത്തത് ആദ്യം നീയൊക്കെ ഒന്ന് ക്ലിയർ ആകും. നീയൊക്കെ ഒന്ന് മര്യാദക്ക് മനുഷ്യരോട് സ്നേഹത്തെ ഒന്ന് സംവദിക്കും. അപ്പം ജനങ്ങൾക്ക് ഈ പറയുന്ന ആശയം ഇന്നലെ ഞാനൊരു ചെറുപ്പക്കാരനുമായിട്ട് സംവദിച്ചിരുന്നു. അവൻ്റെ എന്ത് രസമാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ സംസാരിക്കാൻ, അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കാൻ എന്ത് രസമാണ്. അതുപോലെ മര്യാദക്ക് മനുഷ്യരോട് മര്യാദക്ക് സംസാരിക്കുക, മനുഷ്യത്വത്തോടു കൂടി മനുഷ്യരോട് സംസാരിക്കുക. അപ്പം നമ്മളൊക്കെ കേൾക്കുമ്പോൾ ഇയാൾ കൊള്ളാമല്ലോ, മനോഹരമായിട്ട് സംസാരിക്കുന്നുണ്ട്, ഇയാളെ ഇന്ന് അറിയാൻ ശ്രമിക്കും. നീയൊക്കെ ഇന്ന് വരെ, നീ ആകട്ടെ, ശശികല ടീച്ചർ ആകട്ടെ, പ്രതീക്ഷ ആകട്ടെ, ലക്ഷ്മി കോണത്താകട്ടെ, ഏത് മനുഷ്യനെ നോക്കിയോ എന്നെങ്കിലും മനുഷ്യൻ്റെ സ്നേഹത്തെക്കുറിച്ച്, സൗഹൃദത്തെക്കുറിച്ച്, സൗഹൃദത്തെക്കുറിച്ച്, ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം നമ്മളെല്ലാവരും കൂടുന്നല്ലേ, ഈ മനുഷ്യരെല്ലാം ഒന്നായിട്ട് പോകണം, ഒന്നായിട്ട് പോയാണ് നമ്മുടെ രാജ്യത്തിന് ബലം ഉണ്ടാകുക. ഇങ്ങനെ എന്തെങ്കിലും ഐക്യത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ലോകത്തുള്ള മുസൽമാന്മാർ മൂത്രം ഒഴിച്ചതും കാഷ്ടിച്ചതും പരിശോധിച്ച് അതിൻ്റെ റിസൾട്ട് പറയല്ലേ നിന്റെയൊക്കെ പണി. അതുകൊണ്ട് എന്തായി ഈ സാധനം നിന്റെയൊക്കെ അന്നും ഇന്നും ഒക്കെ നിന്റെയൊക്കെ നിലപാട് ഇതായതുകൊണ്ട് തന്നെ നിങ്ങൾ കൊണ്ട് നടക്കുന്ന ഒന്നും മറ്റുള്ളവർക്ക് സാംശീകരിക്കാനോ സ്വായത്തമാക്കാനോ അവരെ കൊണ്ട് താല്പര്യം വരുന്നില്ല. കാരണം നിങ്ങളിലൂടെ നിങ്ങളുടെ ആശയം കാണുകയാണ്. മനസ്സിലായ? നിങ്ങൾ കൊണ്ട് നടക്കുന്ന ആശയത്തെ തെറ്റിദ്ധരിക്കുകയാണ്. ഇത് മനോഹരമായൊരു ആശയമാണ്. ഈ മനോഹരമായ ആശയത്തിന്റെ പ്രതിഫലനം നിങ്ങളുടെ സ്വന്തം ജീവിതം കൊണ്ടോ നിങ്ങളുടെ വാക്കുകൊണ്ടോ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ വെറും വിദ്വേഷം പറയുന്ന ഒരു സമൂഹത്തെയും പച്ചയായ മനുഷ്യർ ഉൾക്കൊള്ളത്തില്ല ഭാരതീയ. അതുകൊണ്ട് ഒരു വിഷയത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് സബ്മിറ്റ് ചെയ്യും. നീ ഒരു ചെറുപ്പക്കാരനല്ലേ, നമ്മുടെ നാടിന്റെ നന്മക്ക് വേണ്ടി നല്ലത് പറ. ഇങ്ങനെ 24 മണിക്കൂറും കുത്തിത്തിരിപ്പും നാശം ഉണ്ടാക്കാതെ നല്ലത് പറയും. ഞാൻ ഭാരതിന് പേരുള്ള ചാണക സംഖ്യ നല്ലത് പറയാൻ വേണ്ടിട്ടോ എന്റെ അൻസാരി ഉസ്താദെ, നായിന്റെ വാലുണ്ടല്ല അത് ചിലപ്പോൾ നേരെയാകും, പക്ഷെ ഇവന്റെ വായിന്നുണ്ടല്ല ഒരു നല്ല വാക്ക് കേട്ടില്ലേ, ഞാനും എന്റെ അൻസാരി ഉസ്താദ് ഉണ്ടല്ല കണ്ണടക്കൂല. ഈ ചാണക സംഖ്യക്ക് തെറ്റുപറ്റിയെന്ന് മനസ്സിലായതോടുകൂടി ഉണ്ടല്ല ഈ ചാണക സംഖ്യ ആ വീഡിയോ നോക്കിയിട്ട് കണ്ടം വഴി ഓടി. പക്ഷെ എന്തൊക്കെ പറഞ്ഞാൽ ഈ ചാണക സംഖ്യനെ കൊണ്ട് മലയാളികൾ കിട്ടില്ല ഒരു കാര്യം മനസ്സിലായി. അതായത് ഇസ്ലാമിക് പ്രീ സ്കൂളുകളിൽ ഹിന്ദുക്കൾക്ക് കിട്ടില്ല ജോലി കൊടുക്കുന്നുള്ള സത്യമുള്ള ആ സത്യം കേരളക്കാർക്ക് മൊത്തം മനസ്സിലായി. ഇവന്റെ സംഖ്യ കിട്ടില്ല അവർക്കും ആ സത്യം മനസ്സിലായി. ഈ പരന്നാർ ഇജാതി പച്ചക്കള്ളത്തിന്റെ വീഡിയോ ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു ഉപകാരമില്ല നമുക്കുണ്ടായി. അപ്പോഴെന്തായാലും ചാണക സംഖ്യയുടെ പുതിയൊരു നാടകം കൂടി പൊളിഞ്ഞിരിക്കുകയാണ്. കുറച്ചു ദിവസം മുന്നേ മുസ്ലിമിന്റെ കാറ്ററിംഗ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഹിന്ദു യുവതികളെ കൊണ്ടല്ല നിർബന്ധിച്ച് തട്ടമിടിപ്പിച്ചോ നിർബന്ധിച്ച് അവരുടെ സിന്ധുണ്ടല്ല അതൊക്കെ മായ്ച്ചു കളഞ്ഞും പറ്റി പച്ചക്കള സംഖ്യ അടിച്ചു വിട്ടിടുന്നു. ആ പച്ചക്കള മണിക്കൂർ പോലും ആയസില്ലാതെ ഉണ്ടല്ല മൂഞ്ചി പണ്ടരടങ്ങിനി. അതിനുശേഷം സംഖ്യ അവതരിപ്പിച്ച ഈ നാടകം ഉണ്ടല്ല ഈ നാടകവും മൂഞ്ചി പോയതായി ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ഇനിയും നമ്മളെ നാളെ ചാണക സംഖ്യ ഉണ്ടല്ല ഇതുപോലത്തെ വൃത്തികെട്ട നാടകമായിട്ടുള്ള ഇനിയും വരും. അപ്പോഴെന്തായാലും ചാണക സംഖ്യയുടെ പുതിയ നാടകം പ്രതീക്ഷിച്ചുകൊണ്ട് എന്റെ അൻസാരി ഉസ്താദിനും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.